ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളും കൂടെ മുളച്ചു. ആ പദം ശ്രദ്ധിക്കണം. മുള്ളും കൂടെ മുളച്ചു എന്ന് പറഞ്ഞാൽ എന്തുവാ? വിത്ത് മുളച്ച കൂട്ടത്തിൽ മുള്ളും കൂടെ മുളച്ചു. ചോദ്യം, വിത്തിട്ടത് എന്തിനാ? മുളയ്ക്കാൻ ആണോ? കേട്ടോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആണോ? പക്ഷെ വിത്ത് മുളയ്ക്കുന്ന കൂട്ടത്തിൽ ആര് മുളച്ചു? മുള്ളും കൂടെ മുളച്ചു. എന്നിട്ട് ആ പദം ശ്രദ്ധിച്ച്, ദൈവത്തിന് സ്തോത്രം. മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മുളച്ചു വന്ന വിത്തിനെ ഈ മുള്ള് ഞെരുക്കിക്കളഞ്ഞു. എനിക്കിവിടെ ഒരു ദൂതുണ്ട്. പലപ്പോഴും തമ്പുരാൻ മുളപ്പിച്ചു തരുന്ന പലതും നിന്റെ ലൈഫിൽ ഫലപ്രാപ്തിയിലെത്താത്ത ചില മുള്ളുകൾ നിന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് അതിന്മേലൊക്കെ ഒരു ജയം തരാൻ പോവുക. എനിക്ക് ഒരു വെളിപ്പാട് കർത്താവ് തരുന്നു. ഞെരിക്കുന്ന ശക്തികളൊക്കെ ഇന്ന് നിന്നെ വിട്ടുപോകണം. നിനക്ക് വളർന്ന് പൊങ്ങാൻ കഴിയാതെ, ഉയർന്ന് പൊങ്ങാൻ കഴിയാതെ, അഭിഷേകത്തിൽ ജ്വലിക്കാൻ കഴിയാതെ, കൃപാവനം ജ്വലിപ്പിക്കാൻ കഴിയാതെ, ദൈവശക്തി പ്രാപിക്കാൻ കഴിയാതെ നിന്റെ ലൈഫിനെ വല്ലാതെ ഞെരിക്കുന്നതല്ല. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തു ദൈവരാജ്യത്തിന്റെ ഉപമ പറഞ്ഞ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചേച്ച് അവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, ശത്രു വന്ന് വിതച്ചിനിടയിൽ കളയും വിതച്ചു. ഇപ്പം നോക്കി, ഒരേ സ്ഥലത്ത് നിന്ന് വിത്തും കിളിക്കുന്നുണ്ട്, കളയും കളയ്ക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം, തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാനൊരു ആത്മീക വെളിപ്പാട് പറയാം. ചില ആത്മീകൾ വളർന്നു പൊങ്ങുമ്പോൾ തന്നെ അവരുടെ കൂടെ തന്നെ അരുതാത്ത ചിലതൂടെ വളർന്നു പൊങ്ങുന്നുണ്ട്. ചില മരം കണ്ടിട്ടില്ലയോ, നല്ലതായിട്ട് കിളിച്ചു വന്ന് കഴിയുമ്പം ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊരു ചെറിയ വള്ളി കിളിച്ചു വരിക. അപ്പം നമുക്ക് തോന്നുന്നൊരു കുഞ്ഞു വള്ളിയല്ലോ. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഈ വള്ളി ഈ മരത്തെ ചുറ്റി മേളിച്ചെന്ന് അതിൻ്റെ മുകളിലത്തെ തളിപ്പെ ചുറ്റിയേച്ച് അവൻ താഴോട്ട് പടന്നു കിടക്കും. അതിനർത്ഥം എന്തുവാ? നീ ഇത്രയും വളർന്നാൽ മതി, നിന്നെ ഇവൻ ചുറ്റി പിടിച്ചിരിക്കുക. ഞാൻ അങ്ങനൊരു കാഴ്ച കണ്ടുകൊണ്ട് പറയുക, വളരെ വർഷങ്ങളായി നമ്മി രാത്രിയും പകലും കരഞ്ഞിട്ടും നിന്നെ വളരാൻ അനുവദിക്കാത്ത ചില വള്ളി പടർപ്പുകളെ ഇന്നെൻ്റെ ദൈവത്തിന് അഴിച്ചു മാറ്റാനുണ്ട്. ഹല്ലേലൂയ. ചിലരുടെ ആത്മീക ജീവിതത്തിൽ ഗൗരവമുള്ള വിടുതൽ നടക്കാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യുക. നിന്നെ വരിഞ്ഞു മുറുക്കുന്ന ഏതൊരു ശക്തിയാണെങ്കിലും ഇന്ന് ആ ശക്തിയിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതിനകത്തിരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചിലർ കണ്ടോണം, കർത്താവിന്റെ സ്തോത്രം, ചില കുടുംബങ്ങളെ നശിപ്പിക്കുന്ന സ്പിരിറ്റുകളുണ്ട്. എത്ര പ്രാർത്ഥിച്ച് വളർന്നു കയറിയാലും ലോർഡ് അവരുടെ വളർച്ചയുടെ കൂടെ വേറെ എന്തോ ഒരു ദുഷ്ടശക്തി ഇവിടെ വളർന്നു വരിക. ഇന്ന് എന്നോട് ദൈവം ഒരു ദൂത് പറയുന്നു, ചില പാരമ്പര്യങ്ങളെ ഇന്ന് ജയിക്കാൻ പോവുക. എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ നിന്റെ വളർച്ചയ്ക്ക് മീതെ വളർന്നു പൊങ്ങുന്ന ചില പാരമ്പര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 33-ാം വാക്യം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും. പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടും. അവൻ വെട്ടിയിടും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഒരു വൃക്ഷം മുളച്ചു വരണമെങ്കിൽ അവൻ്റെ മുകളിൽ ഒരു ചൂടൽ കാണാൻ പാടില്ല. വൃക്ഷം നടുന്ന ആൾക്കാർക്കറിയാം, ചൂടലില്ലാത്ത സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് അടിക്കുന്ന സ്ഥലത്തെ തൈകൾ മുളയ്ക്കത്തുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം, ഏതോ പാരമ്പര്യം നിനക്ക് വളരാൻ കഴിയാതെ നിന്റെ മേളിൽ തലപൊക്കി നിൽപ്പുണ്ട്. അത് നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുക, അത് നിന്നെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുക. അത് ഒരുപക്ഷെ ചില പ്രാക്കായിരിക്കും, ഒരു ശാപമായിരിക്കും, ഒരു പൈശാചികത്വമായിരിക്കും. എന്നോട് ദൈവാത്മാ പറയുക, പൊക്കമുള്ളതിനെ മുറിച്ചു മാറ്റി. കൃപ വ്യാപരിക്കട്ടെ.
ഞാനൊരു കാര്യം പറയാം, എത്ര കൊല്ലം കഴിഞ്ഞാലും എന്നെ തൊടുന്ന വചനം ഞാൻ മറക്കത്തില്ല. അതാര് പ്രസംഗിച്ചാലും മറക്കത്തില്ല. ഞാനൊരു ദൂത് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഇവിടെ നോക്കി, വിത്ത് വിതച്ച കൂട്ടത്തിൽ കളയും ശത്രു വിതച്ചു. വിത്തും കളയും ഒന്നിച്ച് വളരുക. ഇനി നിങ്ങളോടൊരു കാര്യം സന്ദേശം പറയാം. വിത്തിനിടുന്ന വളം ആര് വലിക്കുക? കള വലിക്കുക. നീ അനുഭവിക്കേണ്ട നന്മ ശത്രു അപഹരിക്കുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. യജമാന്റെ അടുക്ക ചെന്ന് പറഞ്ഞ, യജമാനനെ, നമ്മൾ നല്ലതല്ലയോ വിതച്ചത്? മത്തായി 13 കേട്ടോ, പിന്നെ വായിച്ചാൽ മതി. സഹോദരൻ, യജമാനനെ, ഞങ്ങൾ നല്ലതല്ലയോ നമ്മൾ വിതച്ചത്? ഈ കള എവിടുന്ന് വന്നു? യജമാനൻ പറയുക, അത് ശത്രു ചെയ്തതാ. അന്നേരം പറഞ്ഞു, ഇപ്പൊ പിഴട്ടെ എന്ന് ചോദിച്ചു. യജമാനൻ, ഇപ്പൊ പിഴരുത്, കാരണം പിഴുതാൽ നല്ല വിത്തിന് കേടുവരും. കൊയ്ത്തോളം വളരട്ടെ. ഞാനൊരു ദൂത് വെളിപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് ഒരു കൊയ്ത്തിന് വെയിറ്റ് ചെയ്യുക. എന്തിനാ? കൊയ്യുന്നതിന് മുമ്പ് ചില കളകളെ പറിച്ചു കൂട്ടണം. മനസ്സിലായി വരുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അല്പം കൂടെ ഗൗരവമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. നിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതെല്ലാം മുറിച്ചു മാറ്റേണ്ടതിനെ മുറിച്ചു മാറ്റും, പറിച്ചു മാറ്റേണ്ടതിനെ പറിച്ചു മാറ്റും, വെട്ടിമാറ്റേണ്ടതിനെ വെട്ടിമാറ്റും, ചുറ്റിക്കിടക്കുന്നതിനെ അഴിച്ചു മാറ്റേണ്ടതിനെ അഴിച്ചു മാറ്റും.